ഹലോ എവരിവൺ, വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. ഞാൻ ഡോക്ടർ രമ്യ. അപ്പൊ നമ്മൾ ഇന്ന് അനലിറ്റിക്കൽ കെമിസ്ട്രിയിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത്. എറേഴ്സ്, തെറ്റ് പറ്റാത്ത മനുഷ്യരില്ലെന്ന് പറയുന്നത് പോലെ നമുക്കും എന്ത് പറ്റാറുണ്ട്? കെമിസ്ട്രിയിൽ എവിടെയൊക്കെയാണ് നമുക്ക് ഒരു അനാലിസിസ് ചെയ്യുമ്പം തെറ്റുകൾ വരുന്നത്, ഏതൊക്കെയാണ് അതിന്റെ സോഴ്സ്, എങ്ങനെ അതിനെ മിനിമൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുന്നില്ല. അപ്പം എറേഴ്സിന്റെ ടൈപ്പിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എറർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംപ്ലി എറർ എന്ന് പറയുന്ന വാക്ക് മീൻ ചെയ്യുന്നത് ഒരു മിസ്റ്റേക്ക് എന്നാണ്. നമ്മൾ അനാലിസിസിൽ വരുത്തുന്നതോ അല്ലെങ്കിൽ കാൽക്കുലേഷനിലൊക്കെ വരുത്തുന്നതോ ആയ ഒരുപാട് മിസ്റ്റേക്സ് നമ്മുടെ അനാലിസുകളുടെ പാർട്ടായിട്ട് വരാറുണ്ട്. അപ്പം ഏതൊക്കെയാണ് എറേഴ്സ് എന്ന് നമുക്ക് നോക്കാം. എറർ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു അതൊരു മിസ്റ്റേക്ക് ആണ്. അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ എറർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സയന്റിഫിക് ടേമിൽ പറയുമ്പോൾ ഒരു മിസ്റ്റേക്ക് എന്നല്ല നമ്മൾ പറയുന്നത്. ഇറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രൂ ഓർ സ്റ്റാൻഡേർഡ് വാല്യൂ ആൻഡ് ഒബ്സർവ്ഡ് വാല്യൂ. അപ്പൊ ട്രൂ വാല്യൂ എന്താണ്, ഒബ്സർവ്ഡ് വാല്യൂ എന്താണ്? നമുക്കറിയാം, നമുക്ക് ഒരു ഏതൊരു എക്സ്പെരിമെന്റ് എടുക്കുമ്പോഴും അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ്. ഇപ്പൊ നമ്മൾ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, അതിന്റെ വാല്യൂ നമുക്ക് അറിയാം. പക്ഷെ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോൾ നമ്മുടെ പല കാര്യങ്ങൾ കൊണ്ടും എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ വാല്യൂസിന് ഡിഫറൻസ് വരാം. അല്ലെങ്കിൽ നമ്മളിപ്പം സ്റ്റാൻഡർഡൈസേഷൻ ചെയ്യുവാണ്, അപ്പൊ നമ്മൾ 1 നോർമൽ പൊട്ടാഷ്യം ഡൈക്രോമേറ്റിനെ സ്റ്റാൻഡർഡൈസ് ചെയ്യാണ്. അങ്ങനെ ചെയ്യുമ്പോഴത്തേനും നമ്മൾ ചെയ്യുന്ന എന്തെങ്കിലും എറേഴ്സ് കാരണം, കാര്യം 100% കറക്റ്റ് ആവണമെന്നില്ല. അപ്പൊ എന്തെങ്കിലും ഒക്കെ എറേഴ്സ് അതിനകത്ത് വന്ന് നമുക്ക് 0.98 നോർമലോ അങ്ങനെയൊക്കെയാണ് കിട്ടുന്നത്. അപ്പൊ ആ ഒരു നമുക്ക് കിട്ടുന്ന വാല്യൂ, അതാണ് ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത്. ട്രൂ വാല്യൂ ഇപ്പൊ ഞാൻ പറഞ്ഞു, ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പം സ്റ്റാൻഡേർഡ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1 നോർമൽ ആണ്, നമുക്ക് കിട്ടിയത് 0.98 വാല്യൂ ആണ്. അപ്പൊ ട്രൂ വാല്യൂ എന്ന് പറയുന്നത് 1 നോർമലും ഒബ്സർവ്ഡ് വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? 0.98 നോർമലും ആണ്. അപ്പം ഏതൊരു എക്സ്പെരിമെന്റിനും അതിന്റെ ട്രൂ ആയിട്ടുള്ള എക്സാക്ട് ആയിട്ടുള്ള ഒരു വാല്യൂവും കാണും, നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഒബ്സർവ്ഡ് വാല്യൂവും കാണും. ഇതിന്റെ ഡിഫറൻസിനെയാണ് നമ്മൾ അനലിറ്റിക്കൽ കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ നമ്മളുടെ അനലിറ്റിക്കൽ അല്ലെങ്കിൽ നമ്മുടെ സയന്റിഫിക് ടേംസിൽ എറർ എന്ന് പറഞ്ഞാൽ. അപ്പം എററിന് നമ്മൾ എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? എറർ ക്യാൻ ബി റെപ്രസെന്റഡ് എയ്തർ ഇൻ ടേംസ് ഓഫ് അബ്സല്യൂട്ട് ഓർ റിലേറ്റീവ് എറേഴ്സ്. ഈ രണ്ട് ടേംസിലുമാണ് നമ്മൾ എറേഴ്സിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. സോ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെഷേർഡ് വാല്യൂ ആൻഡ് ട്രൂ വാല്യൂ. ഈ ട്രൂ വാല്യൂവിനെ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്ച്വൽ വാല്യൂ. മെഷേർഡ് വാല്യൂ നമ്മുടെ ആക്ച്വൽ അല്ലെങ്കിൽ ട്രൂ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത് ഇൻഅഡിക്വേറ്റ് ആണ്. അതിന് കാരണം എന്താണ്? അത് നമുക്ക് നമ്മുടെ എററിനെ പറ്റിയിട്ടുള്ള ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അബ്സല്യൂട്ട് എറർ തരുന്നില്ല. സിമ്പിൾ ആയിട്ട് അത് പറയുകയാണ്, നമ്മളുടെ ട്രൂ വാല്യൂ അല്ലെങ്കിൽ ആക്ച്വൽ വാല്യൂ നമ്മുടെ മെഷേർഡ് വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഈ എററിനെ സംബന്ധിച്ച് ഇപ്പൊ എറർ ഇത്രത്തോളം കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് എന്ത് തരുന്നില്ല? അബ്സല്യൂട്ട് എറർ തരുന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? അബ്സല്യൂട്ട് എറർ ഇൻഅഡിക്വേറ്റ് ആണെന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ നോക്കിക്കേ, നമ്മളിവിടെ എക്സിനെ നമ്മൾ ആക്ച്വൽ വാല്യൂ ആയിട്ട് എടുക്കുകയാണ്. നമ്മളൊരു മെഷർമെന്റ് ചെയ്യുമ്പോൾ അവിടുത്തെ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ആണ്. x0 എന്ന് പറയുന്നത് എന്താണ്? മെഷേർഡ് വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി ആണ്. മനസ്സിലാവുന്നു? അപ്പൊ നമുക്ക് അബ്സല്യൂട്ട് എററിനെ എങ്ങനെ പറയാൻ പറ്റും? ഡെൽറ്റ എക്സ് എന്ന് പറഞ്ഞ് നമുക്ക് അബ്സല്യൂട്ട് എററിനെ റെപ്രസെന്റ് ചെയ്യാം. ഡെൽറ്റ എക്സ് ഇസ് ഈക്വൽ ടു x0 മൈനസ് എക്സ് എന്ന് പറഞ്ഞ എന്താണ്? മെഷേർഡ് വാല്യൂവും നമ്മളുടെ ആക്ച്വൽ വാല്യൂവും തമ്മിലുള്ള സിമ്പിൾ ഡിഫറൻസ് ആണ് നമ്മളുടെ അബ്സല്യൂട്ട് എറർ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു നമ്മുടെ എററിനെ റെപ്രസെന്റ് ചെയ്യുന്ന മെത്തേഡ് ആണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് ഒരു റേഷ്യോ ആണ്. എന്തിന്റെയൊക്കെ റേഷ്യോ ആണ്? അബ്സല്യൂട്ട് എറർ ഓഫ് ദ മെഷർമെന്റ് ടു ദ ആക്ച്വൽ മെഷർമെന്റ്. മനസ്സിലാവുന്നു? ഇവിടെ നമ്മൾ ആദ്യം അബ്സല്യൂട്ട് എറർ കണ്ടുപിടിക്കുന്നു. അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു x0 മൈനസ് എക്സ് ആണ് എന്ന് പറഞ്ഞാൽ മെഷേർഡ് വാല്യൂയും ആക്ച്വൽ വാല്യൂയും തമ്മിലുള്ള ഡിഫറൻസ് ആണ് അബ്സല്യൂട്ട് എറർ എന്ന് പറഞ്ഞു. അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ആക്ച്വൽ മെഷർമെന്റ് കൊണ്ട് എന്താണ് റേഷ്യോ എടുക്കുകയാണ്. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? റിലേറ്റീവ് എറർ എന്ന് കിട്ടുന്നത്. മനസ്സിലാവുന്നു? ദ റേഷ്യോ ഓഫ് അബ്സല്യൂട്ട് എറർ ഓഫ് ദ മെഷർമെന്റ് ടു ദ ആക്ച്വൽ മെഷർമെന്റ്. അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ മെഷർമെന്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു റിലേറ്റീവ് എറർ വെച്ചിട്ട് നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് അബ്സല്യൂട്ട് എററിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ നോക്കിക്കേ, യൂസിങ് ദിസ് മെത്തേഡ് വി ക്യാൻ ഡിറ്റർമൈൻ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് അബ്സല്യൂട്ട് എറർ ഇൻ ടേംസ് ഓഫ് ദ ആക്ച്വൽ സൈസ് ഓഫ് ദ മെഷർമെന്റ്. എന്ന് പറഞ്ഞാൽ നേരത്തെ പോലെ അത്രയും ഇൻഅഡിക്വേറ്റ് ആയിട്ടുള്ളതല്ല. എന്ന് വെച്ചാൽ നമുക്ക് അതിന്റെ ആ ഒരു എററിന്റെ ആക്ച്വൽ സൈസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക്
ഈ മെഷർമെന്റിലൂടെ, നമ്മളുടെ റിലേറ്റീവ് എററിന്റെ മെഷർമെന്റിലൂടെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി റിലേറ്റീവ് എററിനെ നമ്മൾ എങ്ങനെയാ കണ്ടുപിടിക്കുന്നത്? നമ്മൾ പറഞ്ഞു അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ നമ്മുടെ മെഷർമെന്റ് ആണ് റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. സോ എങ്ങനെ എഴുതാം? x0 മൈനസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് എന്ന് എഴുതാം. നമ്മൾ x0 മൈനസ് എക്സ് ആണ് നമ്മുടെ അബ്സല്യൂട്ട് എറർ, ദാറ്റ് ഈസ് ഡെൽറ്റ എക്സ് ബൈ എക്സ് എന്ന് നമുക്ക് റിലേറ്റീവ് എററിനെ പറയാം. ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വൽ വാല്യൂ ആണ്, നമ്മുടെ ആക്ച്വൽ ക്വാണ്ടിറ്റി ആണ് എക്സ് എന്ന് പറയുന്നത്. മെഷേർഡ് വാല്യൂവിനെയാണ് നമ്മൾ x0 എന്ന് പറയുന്നത്. സോ നമ്മളുടെ ഒരു അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ നമ്മളുടെ ആക്ച്വൽ വാല്യൂ ഓഫ് എ ക്വാണ്ടിറ്റി, അതാണ് നമ്മളുടെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. ഇനി ഇതൊരു റേഷ്യോ ആണെന്ന് പറഞ്ഞു. അബ്സല്യൂട്ട് എറർ ഡിവൈഡഡ് ബൈ ആക്ച്വൽ വാല്യൂ ആണ് നമ്മളുടെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ റിലേറ്റീവ് എറർ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡയമെൻഷൻ ലെസ് ആയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റി ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. കമ്പയർ ടു നമ്മുടെ എന്താണ് അബ്സല്യൂട്ട് എററിനെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ അഡിക്വേറ്റ് ആണ്. കാര്യം നമുക്കെന്ന് പറയുന്നത് അതിന്റെ ഒരു നമുക്ക് എക്സാക്ട് ആയിട്ടുള്ള എത്രമാത്രം എററിന്റെ ആ ഒരു കാര്യം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഏതൊക്കെയാണ് നമ്മുടെ സോഴ്സ് ഓഫ് എറേഴ്സ്? എന്തൊക്കെ കൊണ്ടാണ് ഒരു എക്സ്പെരിമെന്റിൽ അല്ലെങ്കിൽ ഒരു അനാലിസിസിൽ എറേഴ്സ് വരുന്നത്? നമ്മൾ ആദ്യം തൊട്ട് തുടങ്ങാം. ആദ്യം തന്നെ ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ സാമ്പിൾ പ്രിപ്പയർ ചെയ്യും. ആ സാമ്പിൾ പ്രിപ്പറേഷൻസിൽ എന്ത് വരാം? എറേഴ്സ് വരാം. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ നമ്മൾ 100 ml സൊല്യൂഷൻ അല്ലെങ്കിൽ 10% സൊല്യൂഷൻ, 10% വോളിയം ബൈ വോളിയം സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യണം. അവിടെ എടുക്കുന്ന ആ ഒരു പ്രിപ്പറേഷൻ മെത്തേഡ് തൊട്ടിട്ട് നമുക്ക് എന്ത് വരാം? എറർ വരാനുള്ള ചാൻസ് ഉണ്ട്. നമ്മളുടെ അനലിസ്റ്റ് ഉണ്ടാക്കുന്ന ഇപ്പം വെയിറ്റ് ഒക്കെ എടുക്കുമ്പോഴത്തേന് അവിടെ മെഷർമെന്റിലൊക്കെ വ്യത്യാസം വരാം. എന്ന് വെച്ചാൽ അനലിസ്റ്റ് ഉണ്ടാക്കുന്ന എന്താണ് എറേഴ്സ് വരാം. ഇപ്പൊ സാമ്പിളിനകത്ത് നമ്മൾ മോയ്സ്ചർ ഉണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ മോയ്സ്ചർ കണ്ടന്റ് 10% ആണ്. പക്ഷെ നമ്മൾ മോയ്സ്ചർ കണ്ടന്റ് ഇല്ല എന്ന് പറഞ്ഞ് സാമ്പിൾ വെയിറ്റ് എടുക്കുവാണ്, അവിടെ എറേഴ്സ് വരാം. പിന്നെ എക്യുപ്മെന്റ്സിന്റെ എറേഴ്സ് വരാം, വെയിങ് ബാലൻസിന് മെഷീൻ, അതേപോലെ തന്നെ നമ്മുടെ ഓവനിൽ കാണിക്കുന്ന ടെമ്പറേച്ചർ റോങ് ആവുക, അങ്ങനെയുള്ള എക്യുപ്മെന്റൽ എറേഴ്സ് വരാം. പിന്നെ കാലിബ്രേഷൻ എറേഴ്സ് വരാം. ഇപ്പൊ നമ്മുടെ വെയിങ് ബാലൻസ് തന്നെ ഇംപ്രോപ്പർ ആയിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളുടെ മെഷറിംഗ് വെസൽസ് ഒന്നും കാലിബ്രേറ്റഡ് അല്ല, അങ്ങനെയുള്ളതും എന്ത് വരാം? എറേഴ്സ് വരാം. പിന്നെ റിപ്പോർട്ടിംഗ് എറേഴ്സ്, നമ്മളിപ്പം നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ 1.002 ആണ്, പക്ഷെ നമ്മൾ അതിനെ 1.00 എന്ന് പറഞ്ഞ് റിപ്പോർട്ട് ചെയ്യണം. അവിടെ റിപ്പോർട്ടിംഗ് എറേഴ്സ് വരാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ നമുക്ക് മില്ലിഗ്രാം ആണ് നമുക്ക് കിട്ടിയ ആൻസർ, അപ്പൊ നമ്മൾ അതിനെ മൈക്രോഗ്രാമിൽ എന്താണ് റിപ്പോർട്ട് ചെയ്യണം. അങ്ങനെയുള്ള റിപ്പോർട്ടിംഗ് എറേഴ്സ് വരാം. കാൽക്കുലേഷൻ എറർ, ഒബ്വിയസ്ലി നമുക്കറിയാം കാൽക്കുലേഷൻ എറർ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ മെത്തേഡ് സെലക്ഷൻ, നമുക്ക് ചിലപ്പം ഒരു മെത്തേഡിന് തന്നെ പല രീതിയിൽ നമുക്ക് ഒരു എക്സ്പെരിമെന്റ് ചെയ്യാം. അപ്പൊ നമ്മൾ ആ ചൂസ് ചെയ്യുന്ന മെത്തേഡ് ചിലപ്പം 2 അയൺസിനും കോമൺ ആയിട്ടുള്ളതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ 2 അയൺസും പ്രിസിപ്പിറ്റേറ്റ് ചെയ്ത് വരാം. അപ്പൊ നമുക്ക് മോർ ആക്യുറേറ്റ് ആയിട്ട് ഒരു സെലക്റ്റീവ് ആയിട്ട് ഇൻ അയണിനെ മാത്രം പ്രിസിപ്പിറ്റേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് കാണും. അപ്പൊ നമ്മൾ ചൂസ് ചെയ്യുന്ന മെത്തേഡിന് വരുന്ന എറേഴ്സ്. പിന്നെ നോക്കിക്കേ, എറർ ഡ്യൂറിങ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് സാമ്പിൾ. സ്റ്റോറേജ്, ഇപ്പൊ സാമ്പിൾ ഇപ്പൊ നമുക്ക് 4°C കീപ്പ് ചെയ്യേണ്ടത്, പക്ഷെ നമ്മൾ അതിനെ കൊണ്ട് റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യാണ്. അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇത് പറഞ്ഞു കാണും, ഇന്ന ടെമ്പറേച്ചറിൽ അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന പ്രഷറിലാണ് അതിനെ കീപ്പ് ചെയ്യേണ്ടത്, അതിനെ കോൾഡ് കണ്ടീഷനിൽ മാത്രമേ ട്രാൻസ്പോർട്ട്, ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയുള്ള എറേഴ്സ് വരും. അപ്പൊ ഇതെല്ലാം എന്താണ്? സോഴ്സ് ഓഫ് എറേഴ്സ് ആണ്, ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമ്മുടെ സെറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അറിയാം, വളരെയധികം വിജയശതമാനം കുറഞ്ഞൊരു എക്സാം ആണ്. അപ്പം ഇപ്പോഴത്തെ ഒരു ക്വസ്റ്റ്യൻ പാറ്റേണും അതിനനുസരിച്ച് ടഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഓരോ കൺസെപ്റ്റുകൾ പഠിക്കുമ്പോഴും അതിന്റെ കൺസെപ്റ്റ് ക്ലിയർ ആയിട്ട് തന്നെ പഠിക്കണം. എന്നിട്ട് നമ്മൾ കുറച്ച് അതുമായിട്ട് ബേസ് ചെയ്യുന്ന എന്താണ് നമ്മളുടെ ക്വസ്റ്റ്യനും വർക്ക്ഔട്ട് ചെയ്യണം. അതാണ് നമുക്ക് സെറ്റ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗം. കാര്യം നമുക്ക് പണ്ടത്തെ പോലെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ഒന്നും ഇപ്പൊ പ്രതീക്ഷിക്കാൻ പറ്റില്ല. ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ സോഴ്സ് ഓഫ് എറേഴ്സ് പറഞ്ഞു, ചിലപ്പോൾ ഇതിനകത്ത് നോഡ് 1 ഔട്ട് ആയിരിക്കും ചോദിക്കുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ആ ഒരു ലെവലിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം ക്ലിയർ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നമ്മുടെ കോമ്പറ്റീറ്റീവ് ക്രാക്കറിലും സെറ്റിന് വേണ്ടിയിട്ട് എക്സ്ക്ലൂസീവ് ബാച്ചസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മുടെ കൺസെപ്റ്റുവൽ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കൊടുക്കുന്നത്. അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്ത് പോകുന്ന രീതിയിലാണ് ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ്സസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സമയത്ത് നിങ്ങൾക്ക് അതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. എത്ര ടൈം വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാനും പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഈ കൺസെപ്റ്റുകളെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് സംശയം കാണും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ലൈവ് സെഷൻസ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനായിട്ട് ഒരു മെന്റർ അവൈലബിൾ ആണ്.
പിന്നെന്താണ്, നിങ്ങൾക്ക് എക്സാംസ് ഉണ്ട് ടൈംലി, നിങ്ങൾ എക്സാംസ് എഴുതുമ്പോൾ നമ്മൾ പഠിച്ചെന്നുള്ളത് കൊണ്ട് മാത്രം കാര്യമില്ല. ചിലർക്കെന്ന് വെച്ചാൽ എക്സാം എഴുതുമ്പോൾ കൺസെപ്റ്റ് അറിയാം, പക്ഷെ നമുക്ക് ടൈംലി അത് ഇപ്പം 1 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട ക്വസ്റ്റ്യൻ 1 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം നമ്പർ ഓഫ് എക്സാംസ് അറ്റൻഡ് ചെയ്യണം. അപ്പം ഇതിനെല്ലാം വേണ്ടിയിട്ട് കോമ്പറ്റീറ്റീവ് ക്രാക്കറിൽ ഈ രീതിയിലെല്ലാം നമ്മുടെ കോഴ്സ് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കോഴ്സാണ്. നിങ്ങൾ എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇനി നമ്മൾ ടൈപ്പ് ഓഫ് എറേഴ്സ് ഏതൊക്കെയാണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പം ഒരു കെമിക്കൽ അനാലിസിസിൽ വരാവുന്ന എറേഴ്സ് പല രീതിയിലുണ്ട്. സിസ്റ്റമാറ്റിക് എറേഴ്സിന് നമ്മൾ കോൺസ്റ്റന്റ് എറേഴ്സ് അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറയും. രണ്ടാമത് വരുന്നത് റാൻഡം എറേഴ്സ്, അതിനെ നമ്മൾ ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറയും. മൂന്നാമത് വരുന്ന എറേഴ്സ് ആണ് ഗ്രോസ് എറേഴ്സ്. അങ്ങനെ 3 ടൈപ്പ് ഓഫ് ജനറൽ എറേഴ്സ് ആണ് നമ്മളുടെ കെമിസ്ട്രിയിലുള്ളത്: സിസ്റ്റമാറ്റിക്, റാൻഡം ആൻഡ് ഗ്രോസ് എറേഴ്സ്. ഇനി ഏതൊക്കെയാണ് ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് സിസ്റ്റമാറ്റിക് എറർ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എറർ അല്ലെങ്കിൽ ഡിറ്റർമിനേറ്റ് എറർ എന്നാണ് നമ്മൾ ആദ്യമായിട്ട് പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ സിസ്റ്റമാറ്റിക് എറേഴ്സിന്റെ പ്രത്യേകത പറയുവാണെങ്കിൽ അവർക്കൊരു ഡെഫിനിറ്റ് സോഴ്സ് ഉണ്ട്, അതിനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമുക്ക് ഡിറ്റർമൈൻ ചെയ്യാം. അങ്ങനെ നമ്മളുടെ മെഷർമെന്റ് നമുക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. മനസ്സിലാവുന്നു? ഒരു ഡെഫിനിറ്റ് സോഴ്സ് ഉണ്ട്, അതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. അത് മീൻ ചെയ്യുന്ന എന്താണ്, ഈ സിസ്റ്റമാറ്റിക് എറേഴ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്, അല്ലെങ്കിൽ അതിനെ ലോവർ ചെയ്യാൻ പറ്റുന്നതാണ്. മനസ്സിലാവുന്നോ? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്, ഈ എറേഴ്സ് ഇപ്പോൾ ഒരു അനാലിസിസിൽ വന്നാൽ നമുക്ക് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മള് +or-1 സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ വെച്ച് നമുക്ക് പറയാം ഇത്രയും വരാം, ഈ രീതിയിലൊക്കെ ഈ എറേഴ്സ് വരുമ്പം വരാം, അങ്ങനെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പം ഈ ഒരു സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എറേഴ്സ് വരുന്നത് മൂലം ഒരു എക്സ്പെരിമെന്റ് എന്ത് പറ്റും, അതിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ഹയർ ആവാം അല്ലെങ്കിൽ ലോവർ ആവാം. ട്രൂ വാല്യൂവിനേക്കാളും ഹയറോ ലോവറോ ആയിട്ട് നമ്മുടെ എക്സാക്ട് വാല്യൂസ് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെന്താണ്, ഈ എഫക്റ്റീവ് സിസ്റ്റമാറ്റിക് എറേഴ്സ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ് അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആണ്. എന്ന് പറഞ്ഞാൽ സിസ്റ്റമാറ്റിക് എറേഴ്സ് കോൺസ്റ്റന്റ് ആയിട്ടായിരിക്കും അല്ലെങ്കിൽ പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതിനൊരു ഡെഫിനിറ്റ് സോഴ്സ് ഉണ്ട്, അതിന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി നമ്മൾ ഈ ഡിറ്റർമിനന്റ് എറേഴ്സിനെ അല്ലെങ്കിൽ കോൺസ്റ്റന്റ് എറേഴ്സിനെ പലതായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഓപ്പറേഷണൽ എറേഴ്സ് ആൻഡ് പേഴ്സണൽ എറേഴ്സ്, പിന്നെ വരുന്നത് ഇൻസ്ട്രുമെന്റൽ ആൻഡ് റിയേജന്റ് എറർ, മൂന്നാമത് വരുന്നത് മെത്തേഡ് എറേഴ്സ്. ഇങ്ങനെ 3ആയിട്ട് നമ്മൾ ഡിറ്റർമിനേറ്റ് എറേഴ്സിനെ സബ് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ നോക്കാം, നമ്മുടെ പേഴ്സണൽ എറേഴ്സ്, ഓപ്പറേഷണൽ അല്ലെങ്കിൽ പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പേഴ്സണൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എററ്റിക് ആയിട്ടുള്ള പേഴ്സണൽ ജഡ്ജ്മെന്റ് വഴി ഉണ്ടാകുന്ന എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ എറർ അല്ലെങ്കിൽ ഓപ്പറേഷണൽ എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്കിക്കേ, നമ്മൾ 2 സ്കെയിൽസിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് നമ്മൾ നോക്കുവാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് വരാം, നമ്മൾ അതിന് ആ ഒരു പോയിന്റിനെ റോങ് ആയിട്ട് ജഡ്ജ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ സ്കെയിലൊക്കെ പലതിന്റെയും നോക്കും. ഇപ്പൊ നമ്മൾ തെർമോമീറ്റർ മെഷർമെന്റ് ചെയ്യണം. അപ്പൊ 2 പോയിന്റിന്റെ നമ്മുടെ മെർക്കുറി ലെവൽ വന്ന് നിൽക്കുന്ന 2 മെയിൻ പോയിന്റ്സിന്റെ ഇടയ്ക്കുള്ള ഒരു പോയിന്റ് ആയിട്ടാണ്. അപ്പൊ നമ്മൾ അതിനെ റോങ് ആയിട്ട് റീഡ് ചെയ്യുന്നു. അതൊരു പേഴ്സണൽ എറർ ആണ്. പിന്നെ നോക്കിക്കേ, കളർ ഓഫ് ദ സൊല്യൂഷൻ അറ്റ് ദ എൻഡ് പോയിന്റ്, ചിലപ്പോൾ നമ്മളോട് പറയും പിങ്ക് കളറാണ് വരുന്നതെന്ന് പറയും. അപ്പൊ ആ ലാസ്റ്റ് ഡ്രോപ്പ് എന്ത് ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ നമുക്കൊരു സംശയം വരും, പിങ്ക് കളർ വന്നു, എക്സാക്ട് ഒരു ഡ്രോപ്പും കൂടെ ഒഴിക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ആ കളർ ഒന്ന് ഇന്റൻസിഫൈ ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ എന്ത് ചെയ്യാം, എറേഴ്സ് വരാം. പിന്നെ നോക്കിക്കേ, നമ്മുടെ മെനിസ്കസ് നോക്കത്തില്ലേ, നമ്മൾ കളേർഡ് സൊല്യൂഷന്റെ കേസിലും കളർലെസ് സൊല്യൂഷന്റെ കേസിലും മെനിസ്കസ് നോക്കും. അവിടെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിൽ വ്യത്യാസങ്ങൾ വരാം. അതേ കണക്ക് തന്നെ നമ്മൾ പ്രിസിപ്പിറ്റേറ്റിനെയൊക്കെ നമുക്ക് ഓവർ വാഷിംഗ് ചെയ്യുന്നത് മൂലം പല ടൈപ്പ് ഓഫ് എറേഴ്സ് വരാം. ഇതെല്ലാം എന്താണ്, ഒരു പേഴ്സണൽ എറേഴ്സ് ആണ്. ഇതിനെയൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെന്താണ്, ഇത് മെത്തേഡുമായിട്ടോ പ്രൊസീജിയറുമായിട്ടോ ഒന്നും ഇങ്ങനെയുള്ള എറേഴ്സിന് ബന്ധമില്ല. വേണമെങ്കിൽ ഇവിടെ നിന്നുള്ള ക്വസ്റ്റ്യൻസ് വരാം. ഇപ്പൊ നോക്കിക്കേ, എസ്റ്റിമേറ്റിംഗ് ദ പോർഷൻ ഓഫ് ദ പോയിന്റർ ബിറ്റ്വീൻ 2 സ്കെയിൽ ഡിവിഷൻ ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് പല ടൈപ്പ് ഓഫ് എറേഴ്സ് വന്നിട്ട് പേഴ്സണൽ എറേഴ്സ് ആണോ മെത്തേഡ് എറേഴ്സ് ആണോ അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ നമ്മളത് മനസ്സിലാക്കണം, ഇത് ഡ്യൂ ടു പേഴ്സണൽ എറേഴ്സ് ആണ്. The main source of personal error is prejudice or bias. Prejudice ആണെന്ന് വെച്ചാൽ നമ്മൾ പറയാണ് ഇതാണ് നമ്മുടെ പോയിന്റ്, അത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള പ്രിജുഡിസിന്റെ ഫലമായിട്ടാണ് ഈ ടൈപ്പ് ഓഫ് പേഴ്സണൽ എറേഴ്സ് ഉണ്ടാവുന്നത്. ഇത് ഫിസിക്കൽ എറേഴ്സ് ആണ്. ഇതിന് നമുക്ക് എന്താ, നമുക്ക് എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ സ്കെയിൽസിന്റെ ആ എൻ ബിറ്റ്വീനുള്ള പോയിന്റ്സ് നമുക്ക് പല പല എക്സ്പെരിമെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനെ റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഒരുപാട് നാളാവുമ്പോൾ നമുക്ക് തന്നെ മനസ്സിലാവും ഇതിങ്ങനെയാണ്. ഇപ്പൊ മെനിസ്കസ് നോക്കുന്നത്. അപ്പൊ നമ്മൾ ഒരു എക്സ്പീരിയൻസിലൂടെ മിക്കവാറും പേഴ്സണൽ ടൈപ്പ് കാര്യം നമുക്കിപ്പോ ഗ്രാവിമെട്രി ചെയ്യണം, നമുക്ക് എക്സാക്ട് വാല്യൂസ് കിട്ടുന്നില്ല. അപ്പൊ നമുക്ക് ഇപ്പൊ നോൺ ആയിട്ടുള്ള ഒരു സാമ്പിൾ എടുത്ത് വെച്ച് നമ്മൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുക. അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണ് നമ്മൾ
മിസ്റ്റേക്ക് വരുത്തിയതെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇതിനെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തത് ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ആണ്. ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇംപെർഫെക്ഷൻ ഇൻ മെഷറിംഗ് ഡിവൈസസ്. മെഷറിംഗ് ഡിവൈസസിൽ വരുന്ന ഇംപെർഫെക്ഷൻസ് മൂലമാണ് ഈ ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് വരുന്നത്. ഇവിടെ നോക്കിക്കേ, മെഷറിംഗ് ഡിവൈസസ് എടുക്കുവാണെങ്കിൽ അവര് ഡിഫറെന്റ് ആയിട്ടുള്ള വോളിയൂംസ് ഡെലിവർ ചെയ്യുക. മനസ്സിലാവുന്നു എന്ന് വെച്ചാൽ നമുക്കിപ്പം 10 ml പിപ്പറ്റ് ആണ്. 10 ml പിപ്പറ്റ് പ്രോപ്പർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, കാലിബ്രേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ 10 ml പകരം 10.03 ml കിട്ടുവാണ്. നമ്മുടെ എക്സ്പെരിമെന്റിൽ വ്യത്യാസം വന്നില്ലേ? ഗ്രാവിമെട്രിയുടെ ഒക്കെ കേസിൽ നമുക്ക് എക്സ്പെരിമെന്റിൽ വ്യത്യാസങ്ങൾ വരും. അതുപോലെ തന്നെ നമ്മൾ ഗ്ലാസ് വെയർസിന് കാലിബ്രേറ്റ് ചെയ്യുന്നത് റൂം ടെമ്പറേച്ചർ ആണ്. പക്ഷെ നമ്മൾ ഇവരെ കാലിബ്രേഷൻ ടെമ്പറേച്ചറിന് ഡിഫറെന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ യൂസ് ചെയ്യുക. അതെല്ലാം എന്തിനു ലീഡ് ചെയ്യും, ഇൻസ്ട്രുമെന്റൽ എറേഴ്സിലേക്ക് ലീഡ് ചെയ്യും. കാലിബ്രേഷനിൽ വരുന്ന എറേഴ്സ്, നമ്മൾ 10 ml ഇൻസ്ട്രുമെന്റ് കറക്റ്റ് ആയിട്ട് കാലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പൊ 27 ഡിഗ്രി സെൽഷ്യസ് നമ്മൾ ടെമ്പറേച്ചർ നോട്ട് ചെയ്യുന്നില്ല, പക്ഷെ 29 ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ കാലിബ്രേഷൻ എറർ വരുന്നു. പിന്നെന്താണ്, ഇവിടെ നമ്മുടെ ഗ്ലാസ് വെയർസിന്റെ ഒക്കെ ഇന്നർ സർഫസ് കണ്ടാമിനേറ്റഡ് ആയിട്ട് വരിക. അങ്ങനെ വരുന്നതെല്ലാം എന്തിന് എക്സാമ്പിൾ ആണ്, ഇൻസ്ട്രുമെന്റൽ എറേഴ്സിന് എക്സാമ്പിൾ ആണ്. ഇനി മെത്തേഡിക് എറേഴ്സ്. മെത്തേഡിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ നോൺ ഐഡിയൽ ടൈപ്പ് ഓഫ് കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ബിഹേവിയർ ഓഫ് റിയേജൻസ് ആൻഡ് റിയാക്ഷൻസ് ഇൻ അനാലിസിസ്. മനസ്സിലാവുന്നു? ഇതെല്ലാം എന്തിന് കാരണമാകുന്നുണ്ട്, മെത്തേഡ് എറേഴ്സിന് കാരണമാകുന്നുണ്ട്. ഇപ്പൊ റിയാക്ഷൻ സ്ലോവർ ആവുക, പിന്നെ ഒരു റിയാക്ഷൻ ഇൻകംപ്ലീറ്റ് ആവാതിരിക്കുക. നമ്മൾ വിചാരിക്കുകയാണ് പ്രസിപ്പിറ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത്. നമ്മൾ കംപ്ലീറ്റ്നെസ് ചെക്ക് ചെയ്തപ്പോഴും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, പ്രസിപ്പിറ്റേഷൻ വരുന്നില്ല. പക്ഷെ ആ റിയാക്ഷൻ യഥാർത്ഥത്തിൽ കംപ്ലീറ്റ് ആവുന്നില്ല. ഇല്ലെങ്കിൽ സൈഡ് റിയാക്ഷൻസ് ഒക്കെ ചെയ്യുക, ഡീകമ്പോസിഷൻ നടക്കുക, അസോസിയേഷനോ ഡിസോസിയേഷനോ ഒക്കെ നടക്കുക. ഇതെല്ലാം എന്താണ്, ഈ മെത്തേഡിനകത്ത് ഇൻഹറന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതെന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ഡിറ്റക്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല. കാര്യം ഒരു മെത്തേഡിലുള്ള എറേഴ്സ് ആണ്, കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം നമ്മൾ നോക്കുമ്പോൾ സൈഡ് റിയാക്ഷൻസ് ഉണ്ടോ എന്നൊന്നും നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ കുറച്ച് ബുദ്ധിമുട്ടാണ് നമുക്ക് കറക്റ്റ് ചെയ്യാൻ. പക്ഷേ എങ്കിൽ പോലും ഈസി ആയിട്ട് നമുക്ക് ഡിറ്റക്ട് ചെയ്യാനും കറക്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളതാണ് ഈ മെത്തേഡിക് എറേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് തന്നെ നമ്മൾ ഫർദർ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അഡിറ്റീവ് എറേഴ്സ് എന്നും പ്രപ്പോർഷണൽ എറേഴ്സ് എന്നും. ഇത് നേരത്തെ പറഞ്ഞത് വേറൊരു ക്ലാസിഫിക്കേഷൻ ആണ്. ഈ മെത്തേഡിന്റെ ഈ ഒരു എററിന്റെ രീതി അനുസരിച്ച് നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് അല്ലെങ്കിൽ അഡിറ്റീവ് എറേഴ്സ് എന്നും പ്രപ്പോർഷണൽ എറേഴ്സ് എന്നും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്താണ് കോൺസ്റ്റന്റ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ എമൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂൻസ് നോക്കാതെ നമുക്ക് സെയിം അബ്സല്യൂട്ട് എറർ നമുക്ക് വരുവാണ് എന്ന് പറഞ്ഞാൽ, ഇറസ്പെക്റ്റീവ് ഓഫ് ദ എമൗണ്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റ്, നമ്മൾ 10 ഗ്രാം സാമ്പിൾ എടുത്താലും 1 ഗ്രാം സാമ്പിൾ എടുത്താലും 100 ഗ്രാം സാമ്പിൾ എടുത്താലും എല്ലാം എന്താണ്, ഈ എറർ കോൺസ്റ്റന്റ് ആയിരിക്കും. ഇങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കോൺസ്റ്റന്റ് എറേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഈ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദിസ് എറർ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് ദ സൈസ് ഓഫ് ദ സാമ്പിൾ. മനസ്സിലാവുന്നു? ഇവിടെ സാമ്പിൾ സൈസ് ഞാൻ പറഞ്ഞില്ല, 10 ഗ്രാം എടുത്താലും ഇപ്പൊ നമ്മൾ പറയുന്നത് ഇവിടെ എന്ന് പറയുന്നത് ഇതിനെ നമുക്ക് ഈസി ആയിട്ട് എന്താണ്, നമ്മൾ സൈസ് കൂട്ടിയാൽ മതി. ഇപ്പൊ 1 ഗ്രാം സാമ്പിൾ എടുക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ലേ കോൺസ്റ്റന്റ് ആണ് ആ എററിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ. മനസ്സിലാവുന്നു? ആ എറർ കോൺസ്റ്റന്റ് ആയിട്ട് ഇപ്പം നമ്മുടെ മെത്തേഡിലൊക്കെ ഇൻഹറന്റ് ആയിട്ടുള്ളതാണെങ്കിൽ അത് കോൺസ്റ്റന്റ് ആയിട്ട് ആ എറർ കാണും. അപ്പൊ നമ്മൾ ഇങ്ങനെയുള്ള കേസുകളിൽ ചെയ്യുന്ന എന്താണ്, 1 ഗ്രാം എടുത്താലും 10 ഗ്രാം എടുത്താലും 100 ഗ്രാം എടുത്താലും 1000 ഗ്രാം എടുത്താലും ഈ എററിന്റെ വാല്യൂ, ഇപ്പൊ നമുക്ക് കിട്ടുന്ന എററിന്റെ വാല്യൂ 0.01 ആണ്. അപ്പൊ ഈ എറർ എങ്ങനെയാ മിനിമൈസ് ചെയ്യുന്നത്, നമ്മുടെ സാമ്പിൾ സൈസ് കൂട്ടി കൊടുക്കുക. 1 ഗ്രാം എടുക്കുമ്പോൾ പ്ലസ് നമുക്ക് 0.01 എന്ന് പറയുന്നത് കാര്യമായ എറർ ആണ്. 10 ഗ്രാം എടുക്കുമ്പോൾ 0.01 എന്ന് പറയുമ്പോൾ അത്രത്തോളം കാര്യമല്ല. 100 ഗ്രാം എടുക്കുമ്പോൾ 0.01 എറർ വരുന്നതിന് അത്രത്തോളം കാര്യമില്ല. അപ്പൊ സാമ്പിൾ സൈസ് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കോൺസ്റ്റന്റ് എറേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, മിനിമൈസ് ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ പ്രിസിപ്പിറ്റേറ്റിന്റെ സോലിബിലിറ്റി, പിന്നെ വെയിറ്റിൽ വരുന്ന എറേഴ്സ്, അതൊക്കെ എന്താണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് പോകുന്നത്. അപ്പൊ അതിനെയൊക്കെ നമുക്ക് എങ്ങനെ മിനിമൈസ് ചെയ്യാം, സാമ്പിൾ സൈസ് കൂട്ടിക്കൊടുത്താൽ മതി. രണ്ടാമത്തത് പ്രപ്പോർഷണൽ എറേഴ്സ് ആണ്. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും, പ്രപ്പോർഷണൽ എന്ന് പറഞ്ഞാൽ എന്താണ്, സാമ്പിൾ സൈസ് കൂടുന്നതനുസരിച്ച് എററും കൂടും, സാമ്പിൾ സൈസ് കുറയുന്നതനുസരിച്ച് എററും കുറയും. ആ രീതിക്ക് വരുന്നതാണ് നമ്മുടെ പ്രപ്പോർഷണൽ എറേഴ്സ്. ഇവിടെ അബ്സല്യൂട്ട് മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂന്റിനെ അല്ലെങ്കിൽ അൺലൈറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് ചേഞ്ച് ചെയ്യുന്നു. ഇവിടെ നോക്കിക്കേ, ഇവിടെ ഇത് എങ്ങനെയാ അറൈസ് ചെയ്യുന്നത്, പ്രസൻസ് ഓഫ് ഇന്റർഫിയറിംഗ് ഇംപ്യൂരിറ്റീസ് ഇൻ ദ സാമ്പിൾ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ സാമ്പിൾ 1 ഗ്രാം സാമ്പിൾ എടുക്കുമ്പോൾ അതിനകത്തുള്ള ഇംപ്യൂരിറ്റീസും അത്രയും കുറവായിരിക്കും. 2 ഗ്രാം സാമ്പിൾ എടുക്കുമ്പോൾ ഇംപ്യൂരിറ്റീസിന്റെ എമൗണ്ട് കൂടുന്നു. മനസ്സിലാവുന്ന? പ്രപ്പോർഷണൽ ആയിട്ടാണ് പോകുന്നത്. 10 ഗ്രാം സാമ്പിൾ എടുക്കുമ്പോൾ ഇംപ്യൂരിറ്റീസും കൂടും. അതുകൊണ്ട് തന്നെ സാമ്പിൾ സൈസിനെ എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, ഈ പ്രപ്പോർഷണൽ എറേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇത് it varies directly with the size of the sample. നമ്മുടെ സാമ്പിൾ സൈസിനെ ഡയറക്ട്ലി ഇത് എന്ത് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രപ്പോർഷണൽ എറേഴ്സ്. മനസ്സിലാവുന്നു? ഇനി നമ്മൾ
രണ്ടാമത്തെ ടൈപ്പ് എറേഴ്സിനെ പറ്റി പറയുകയാണ്. നമ്മൾ ആദ്യം പറഞ്ഞത് ഡിറ്റർമിനേറ്റ് എറേഴ്സിനെ പറ്റിയിട്ടാണ്. രണ്ടാമത് പറയുന്നത് റാൻഡം എറേഴ്സ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സിനെ പറ്റിയിട്ടാണ്. ഇവരെന്ന് പറയുന്നത് ആക്സിഡന്റൽ എറേഴ്സ് ആണ്, ഇറഗുലർ ആണ്, സ്മോൾ ആണ്. മനസ്സിലാവുന്നു? നേരത്തെ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാം, അതിനെ എലിമിനേറ്റ് ചെയ്യാം. പക്ഷെ ഇതെന്ന് പറയുന്നത് ആക്സിഡന്റൽ എറേഴ്സ് ആണ്, റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. ഇത് ഇറഗുലർ ആണ്, ഇതിന്റെ ക്വാണ്ടിറ്റി സ്മോളും ആയിരിക്കും. ഇതിനെ നമുക്ക് ഈസി ആയിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇതിന്റെ പ്രത്യേകത നമുക്ക് ആക്സിഡന്റൽ ആയിട്ട് ഒരു എക്സ്പെരിമെന്റ് ചെയ്തപ്പോൾ ഉണ്ടായി. ശരിക്കും ചിലപ്പോൾ അനലൈസർ പോലും ഇത് നോട്ടീസ് ചെയ്യത്തില്ല. അങ്ങനെയുള്ള എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എറേഴ്സ് എന്ന് പറയുന്നത്. ഇത് അൺസർട്ടനിറ്റീസ് കാരണമാണ് ഇത്തരത്തിലുള്ള റാൻഡം എറേഴ്സ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞാൽ, ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് എന്ന് പറയുന്നത് എല്ലാ മെഷർമെന്റുമായിട്ടും അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ്. It arises from uncertainties which are inevitably associated with every measurement. ഇങ്ങനെയുള്ള അൺസർട്ടനിറ്റീസ് എന്താണ്? എല്ലാ മെഷർമെന്റിന്റെയും പാർട്ടായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇവിടെ നമ്മളുടെ എക്യുപ്മെന്റിൽ ഉണ്ടാകുന്ന നോർമൽ ഡീവിയേഷൻസ് എല്ലാം എന്തിലേക്ക് നയിക്കാം? ഈ റാൻഡം എറേഴ്സിലേക്ക് നയിക്കാം. ഇപ്പൊ നമ്മളുടെ വെയിങ് ബാലൻസ് എടുക്കുവാണ്. വെയിങ് ബാലൻസിൽ നമ്മൾ ആ വെയിങ് ബാലൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നവർക്കറിയാം, അതൊരു പൊസിഷനിൽ നമ്മളിങ്ങനെ അതിന്റെ ലെവലൊക്കെ കറക്റ്റ് ആക്കി ആയിരിക്കും വെച്ചിരിക്കുന്നത്. പക്ഷെ ചിലപ്പം വൈബ്രേഷൻസ് ഒക്കെ അവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ മെഷർമെന്റിൽ എന്ത് വരാം? ഡിഫറൻസ് വരാം. പക്ഷെ ഇത് നോട്ടീസ് ചെയ്യാനും കണ്ടുപിടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. കാര്യം ഇത് ആക്സിഡന്റൽ ആയിട്ട് ഉണ്ടാവുന്നതാണ്. ഈ വൈബ്രേഷൻസ് അനലൈസർ നോട്ട് ചെയ്യണം എന്നില്ല. അത്തരം എറേഴ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റാൻഡം എറേഴ്സ് അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ ഒരു ഗ്രാവിമെട്രി ചെയ്യുമ്പോൾ അവിടെ എറർ ഉണ്ടായി. പക്ഷെ ഇങ്ങനെയുള്ള ഈ റാൻഡം എറേഴ്സിനെ നമുക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഐഡന്റിഫൈ ചെയ്യാനും എലിമിനേറ്റ് ചെയ്യാനും സാധിക്കാറില്ല. റാൻഡം അല്ലെങ്കിൽ ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സിനെ നമ്മൾ വീണ്ടും എററ്റിക് എറേഴ്സ് എന്നും വേരിയേഷൻ ഇൻ ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്നും വീണ്ടും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എററ്റിക് എറേഴ്സ് എന്ന് പറഞ്ഞാൽ അനലൈസ്റ്റ് ഹാസ് നോ കൺട്രോൾ ഓവർ ദിസ് ടൈപ്പ് ഓഫ് എറർ എന്ന് പറഞ്ഞാൽ അനലിസ്റ്റിന് യാതൊരു തരത്തിലുള്ള കൺട്രോളും ഇത്തരമുള്ള എറേഴ്സിന്റെ മേലിൽ കാണില്ല. ഇവിടെ എന്ന് വെച്ചാൽ നമുക്ക് ഈ ഒരു എററിനെ പിൻ പോയിന്റ് ചെയ്യാനൊക്കെ വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും. കാര്യം ഈ എററിന്റെ പ്രസൻസിനെ പറ്റി ആർക്ക് ഒരു രൂപവും കാണില്ല, നമ്മളുടെ അനലിസ്റ്റിന് ഒരു രൂപവും കാണില്ല. ഇവിടെ നോക്കിക്കേ, വെയിങ് ഇൻ സെൻസിറ്റീവ് ബാലൻസ് സബ്ജക്ട് ടു വൈബ്രേഷൻ. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ, അത് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ അനലിസ്റ്റ് അറിയുന്നത് പോലും ഇല്ല. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഇങ്ങനെയുള്ള ഇററ്റിക് എറേഴ്സിന്റെ മേലിൽ അനലിസ്റ്റിന് ലിറ്റിൽ കൺട്രോൾ ആയിരിക്കും. അതിനെ പിൻ പോയിന്റ് ചെയ്യാൻ വളരെ ഡിഫിക്കൽട്ടും ആയിരിക്കും. ഇനി നോക്കിക്കേ, വേരിയേഷൻ ഇൻ ഡിറ്റർമിനേറ്റ് എറേഴ്സ്. ഇതെന്ന് പറയുന്നത് അനലിസ്റ്റ് ഡസ് നോട്ട് കണ്ടീഷൻ സഫീഷ്യന്റ്ലി ടു എക്സ്ക്ലൂഡ് ഡിറ്റർമിനേറ്റ് എറേഴ്സ്. മനസ്സിലാവുന്നു? ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അലുമിനിയം ഹൈഡ്രോക്സൈഡിനെ നമ്മൾ കോൺസ്റ്റന്റ് വെയിറ്റിലേക്ക് ഇഗ്നൈറ്റ് ചെയ്യാണ്. അങ്ങനെ നമ്മൾ ഇങ്ങനെ ഇഗ്നൈറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സക്സസീവ് ആയിട്ട് വാല്യൂസ് കിട്ടും. നമുക്ക് ഒരു ഡെഫിനിറ്റ് ട്രെൻഡിൽ വാല്യൂസ് കിട്ടും. അങ്ങനെ കിട്ടാനുള്ള കാര്യം എന്താണ്? നമ്മളുടെ വേരിയിങ് എമൗണ്ട് ഓഫ് വാട്ടർ ഇൻ വെയ്ഡ് റെസിഡ്യൂസ് ഓഫ് അലുമിനിയം ഓക്സൈഡ് കാരണമാണ് ഇങ്ങനെയുള്ള ഒരു ട്രെൻഡ് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ നമ്മുടെ അനലിസ്റ്റ് കണ്ടീഷൻഡ് അല്ല. എന്നുവെച്ചാൽ ഇവിടെ ഈ ഒരു ഡിഫറൻസ് വരാനായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ ഇഗ്നിഷൻ ടൈമിൽ ഡിഫറെന്റ് വെയിറ്റ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള കാരണം എന്താണ്? നമ്മളുടെ ഡിഫറെന്റ് പീരീഡ്സ് ഓഫ് ഇഗ്നിഷൻ ആയിരിക്കാം, കൂളിംഗ് നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതെന്ന് പറയുന്നത് പെട്ടെന്നൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. ഇതാണ് വേരിയേഷൻ ഇൻ ഡിറ്റർമിനേറ്റ് എറേഴ്സ് എന്ന് പറയുന്നത്. അടുത്തത് മൂന്നാമത്തെ ടൈപ്പ് ഓഫ് എറേഴ്സ്, ഡിറ്റർമിനേറ്റ്, ഇൻഡിറ്റർമിനേറ്റ്, ഗ്രോസ് എറേഴ്സ്. ഇവരെന്ന് പറയുന്നത് ഗ്രോസ് എറേഴ്സ് എന്ന് പറഞ്ഞാൽ ഒക്കേഷണൽ എറേഴ്സ് ആണ്, ലാർജ് എറേഴ്സ് ആയിരിക്കും. ഈ റിസൾട്ട് നമ്മൾ ഗ്രോസ് എറേഴ്സ് മൂലം ഉണ്ടാകുന്ന റിസൾട്ട് എന്ന് പറയുന്നത് എയ്തർ ഹൈ അല്ലെങ്കിൽ ലോ ആയിരിക്കും. നമ്മളുടെ അനലിസ്റ്റിന്റെ കെയർലെസ്നെസ് കൊണ്ട് തന്നെയാണ് ഇത്തരമുള്ള ഗ്രോസ് എറേഴ്സ് സാധാരണയായിട്ട് ഉണ്ടാവാറുള്ളത്. അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് ദിസ് കാറ്റഗറി ബേസിക്കലി ടേക്ക് ഇൻ ടു അക്കൗണ്ട് ഹ്യൂമൻ ഓവർസൈറ്റ് ആൻഡ് അതർ മിസ്റ്റേക്സ് വൈൽ റീഡിങ്, റെക്കോർഡിങ് എക്സെട്ര. അപ്പൊ നമ്മൾ ഒരു റിസൾട്ടിനെ റീഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യുമ്പോൾ ഇപ്പൊ നമ്മൾ 1.01 എന്ന് കിട്ടിയ എക്സ്പെരിമെന്റൽ വാല്യൂവിനെ നമ്മൾ മിസ്മാച്ച് ആയിട്ട് എഴുതുകയാണ്, 1.10 എന്ന് എഴുതുകയാണ്. അവിടെ ഗ്രാമമെട്രിയിലൊക്കെ നിങ്ങൾക്ക് അറിയാം വളരെ വലിയ എറേഴ്സ് അവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ഗ്രോസ് എറേഴ്സ് എന്താണ്, നമ്മുടെ റിസൾട്ടിന്റെ ആക്യുറസിയെ അഫക്റ്റ് ചെയ്യും. അപ്പൊ എന്താണ് അതിന് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത് ന്യൂമറിക്കലി ഇൻകറക്റ്റ് കൺവേർഷൻ ഫാക്ടേഴ്സ്. ഇപ്പൊ നമുക്ക് പ്രോട്ടീന്റെ ഒക്കെ കൺവേർഷൻ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ യൂസ് ചെയ്യേണ്ട കൺവേർഷൻ ഫാക്ടറിന് പകരം ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള കൺവേർഷൻ ഫാക്ടർ യൂസ് ചെയ്യാണ്. പിന്നെ അതേപോലെ തന്നെ അൺസ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് സാമ്പിൾ കണ്ടീഷൻസ്. അപ്പൊ നമ്മൾ
4 ഡിഗ്രിയിൽ എൻസൈംസിനെ കീപ്പ് ചെയ്യണമെന്ന് പറയുകയാണ്. നമ്മൾ അതിനെ 14 ഡിഗ്രിയിൽ കീപ്പ് ചെയ്താൽ ആ എൻസൈമിന്റെ ആക്ടിവിറ്റി ചിലപ്പോൾ ലോസ് ചെയ്യും. കാര്യം അതൊക്കെ വളരെ ടെമ്പറേച്ചറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ്. അപ്പൊ അവിടെയൊക്കെ എന്ത് സംഭവിക്കും? എൻസൈമിന്റെ ആക്ടിവിറ്റി കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? വളരെ വലിയ എറേഴ്സ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഗ്രോസ് എറേഴ്സ് എന്ന് പറയുന്നത്. അതെന്ന് പറയുന്നത് എന്താണ്? ഒക്കേഷണൽ എറേഴ്സ് ആണ്, ലാർജ് മാഗ്നിറ്റ്യൂഡ് ഉള്ള എറേഴ്സ് ആണ്. ഇറ്റ് ഓഫൺ അറൈസസ് ഡ്യൂ ടു കെയർലെസ്നെസ് ഓഫ് ദ അനലിസ്റ്റ്. മനസ്സിലാവുന്നു? ഇനി നമ്മളിപ്പോ എറേഴ്സിന്റെ ടൈപ്പിനെ പറ്റിയൊക്കെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഡിറ്റർമിനേറ്റ് എറേഴ്സ് ഉണ്ട്, ഇൻഡിറ്റർമിനേറ്റ് എറേഴ്സ് ഉണ്ട്, ഗ്രോസ് എറേഴ്സ് ഉണ്ട്, അതിന്റെ പല ടൈപ്പുകളെ പറ്റി പറഞ്ഞു. ഇനി നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എത്ര പേർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ തന്നെ നോക്കുക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് വിത്ത് റെസ്പെക്ട് ടു ഇൻസ്ട്രുമെന്റൽ എറേഴ്സ്? മനസ്സിലാവുന്നു? ഇൻസ്ട്രുമെന്റൽ എറേഴ്സിനെ സംബന്ധിച്ച് ഫോൾസ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 4 ഓപ്ഷൻസ് ആണ് തന്നേക്കുന്നത്. ആദ്യത്തെ നോക്കിക്കേ. They may arise due to the use of glass wires at a temperature that differs significantly from the calibration temperature. ഇത് കറക്റ്റ് അല്ലേ? ഇതൊരു ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് അല്ലേ? നോക്കിക്കേ. They may arise due to the use of glass wires at a temperature that differs significantly from the calibration temperature. നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റിന്റെ കാലിബ്രേഷൻ ടെമ്പറേച്ചർ ഡിഫറെന്റ് ആയിട്ട് വരികയാണ്. അത് കറക്റ്റ് അല്ലേ? ഇൻസ്ട്രുമെന്റൽ എറേഴ്സിനെ സംബന്ധിച്ച് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. They may emerge as the voltage of a battery operated power supply of an instrument decreases with use. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. കാര്യം നമ്മൾ ബാറ്ററി ഒക്കെ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണെങ്കിൽ കുറച്ച് ലോങ് ടൈം ഒക്കെ വരുമ്പോഴത്തേന് ആ ബാറ്ററിയുടെ പവർ കുറയും. അപ്പൊ എന്ത് പറ്റും? അതിന്റെ ആ ഒരു വർക്കിങ്ങിനെ അത് ബാധിക്കും. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. മൂന്നാമത്തെ നോക്കിക്കേ. The non-ideal chemical or physical behavior of the reagents and reactions which an analyst is based often introduces these errors. ഇവിടെ നോക്കിക്കേ. നോൺ ഐഡിയൽ കെമിക്കൽ ഓർ ഫിസിക്കൽ ബിഹേവിയർ ഓഫ് ദ റിയേജൻസ്. അത് ഇൻസ്ട്രുമെന്റുമായിട്ട് ബന്ധമുണ്ടോ? റിയേജന്റ് എററിൽ വരുന്നതല്ലേ? അത് ഇൻസ്ട്രുമെന്റുമായിട്ട് യാതൊരു ബന്ധമില്ല. മനസ്സിലാവുന്നു? അപ്പൊ ഇതാണ് റോങ് സ്റ്റേറ്റ്മെന്റ്. നാലാമത്തെ നോക്കിക്കേ. Pipettes and volumetric flasks may deliver volume slightly different from those indicated there by graduation. നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. പിപ്പറ്റും ബ്യൂററ്റും ഒക്കെ കാലിബ്രേറ്റ് ചെയ്യുന്നതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള വോളിയംസ് ഡെലിവറി ചെയ്യുന്നു. 10 ml ഡെലിവറി ചെയ്യുന്നതിന് പകരം 10.005 ml ഡെലിവറി ചെയ്യുന്നു. കാലിബ്രേഷൻ എറർ ആണ്, ഇൻസ്ട്രുമെന്റൽ എറേഴ്സ് ആണ്. അപ്പൊ ബാക്കിയുള്ള എല്ലാ ഓപ്ഷനും എന്താണ്? ഇൻസ്ട്രുമെന്റിന്റെ എറേഴ്സ് ആണ്. സി മാത്രമാണ് എന്താണ്? റിയേജന്റ് എററിൽ വരുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. അടുത്ത നോക്കിക്കേ. Which of the errors does not fall under the category of constant errors? Operational error, reagent error, erratic error, proportional error. എന്താണ് ഇതിനകത്ത്? ഏതാണ് കോൺസ്റ്റന്റ് എറേഴ്സിൽ വരുന്നത്? കോൺസ്റ്റന്റ് എറേഴ്സിൽ എന്തൊക്കെയാണ്? ഡസ് നോട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്പറേഷണൽ എറർ എന്താണ്? നമ്മളുടെ കോൺസ്റ്റന്റ് എററിൽ വരുന്നതാണ്. റിയേജന്റ് എറർ കോൺസ്റ്റന്റ് എറർ ആണ്. പ്രൊപ്പോർഷണൽ എറർ കോൺസ്റ്റന്റ് എറർ ആണ്. ഇത് ഇൻഡിറ്റർമിനേറ്റ് എററിൽ വരുന്നതാണ്. എററ്റിക് എറേഴ്സ് നമ്മൾ ഇപ്പൊ പറഞ്ഞു നിർത്തിയതേ ഉള്ളൂ. ആൻസർ സി ആണ്. എന്തിൽ വരുന്നത്? ഡസ് നോട്ട് ഫോൾ അണ്ടർ ദ കാറ്റഗറി ഓഫ് കോൺസ്റ്റന്റ് എറേഴ്സ്. ഇത് റാൻഡം എറേഴ്സിൽ വരുന്നതാണ് എററ്റിക് എറർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. എ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഓഫ് റാൻഡം എറേഴ്സ് റിവീൽസ് ദാറ്റ്. എന്തൊക്കെയാണ്? റാൻഡം എറേഴ്സ് ഓഫ് ഫ്രീക്വന്റ് ഒക്കറൻസ് ആർ ഓഫ് ദ സ്മോൾ മാഗ്നിറ്റ്യൂഡ്. അത് നമ്മൾ പറഞ്ഞതാണ്. പിന്നെ ലാർജ് എറേഴ്സ് ആർ നോട്ട് ലൈക്ലി ടു ഒക്കർ അറ്റ് ഓൾ. പിന്നെന്താണ്? പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിഫറൻസ് ആർ ഈക്വലി ലൈക്ലി ടു ഒക്കർ. ഓൾ ഓഫ് ദ എബോവ്. എന്ന് വെച്ചാൽ റാൻഡം എറേഴ്സിനെ പറ്റി നമ്മൾ സ്റ്റഡി ചെയ്യുമ്പോൾ നമുക്ക് റിവീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? റാൻഡം എറേഴ്സ് ഫ്രീക്വന്റ് ഒക്കർ ചെയ്യുന്ന എറേഴ്സ് ആണ്. അവരുടെ മാഗ്നിറ്റ്യൂഡ് സ്മോൾ ആണ്. നമ്മൾ പറഞ്ഞതാണ്. ഇനി ലാർജ് എറേഴ്സ് ആർ നോട്ട് ലൈക്ലി ടു ഒക്കർ അറ്റ് ഓൾ. ഇങ്ങനെ റാൻഡം എറേഴ്സിൽ ലാർജ് എറേഴ്സ് വരാറില്ല. നമ്മൾ ഗ്രോസ് എറേഴ്സിലൊക്കെയാണ് നമ്മൾ ലാർജ് എറേഴ്സ് വരുന്നത്. പിന്നെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഡിഫറൻസ് ആർ ഈക്വലി ലൈക്ലി ടു ഒക്കർ. നമ്മൾ പറഞ്ഞു റാൻഡം എറേഴ്സ് ഒക്കെ വരുമ്പോൾ എന്ത് സംഭവിക്കും? നെഗറ്റീവ് നമ്മുടെ ആക്ച്വൽ വാല്യൂയിൽ നിന്ന് നെഗറ്റീവ് ആയിട്ടുള്ള വാല്യൂസോ പോസിറ്റീവ് ആയിട്ടുള്ള വാല്യൂസോ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇതെല്ലാം എന്താണ്? നമ്മുടെ റാൻഡം എറേഴ്സിനെ പറ്റിയിട്ടുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇവിടെ നിങ്ങൾക്ക് ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ തരുകയാണ്. വിത്ത് ഇൻക്രീസ് ഇൻ അബ്സല്യൂട്ട് എറർ ദ വാല്യൂ ഓഫ് റിലേറ്റീവ് എറർ increases, decreases, remains same, first decreases then increases. ഇതിന്റെ ആൻസർ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യുക. അപ്പൊ ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവരും ഇങ്ങനെയുള്ള കൂടുതൽ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഇതിന്റെ ആൻസർ എല്ലാവരും കമന്റ് ചെയ്യുക. താങ്ക് യു ഓൾ.